ഹലോ എവ്രി വൺ, വേൾഡ് പൊളിറ്റിക്സിന്റെ പുതിയൊരു ചാപ്റ്റർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളിലും എന്താ നമ്മൾ കണ്ടേ, നമ്മുടെ ഫസ്റ്റ് 3 ലെസൺസ് നമ്മൾ കവർ ചെയ്തു. നമ്മൾ ഇനി നമ്മുടെ പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ, ചാപ്റ്റർ 4 ഇൻ ദ വേൾഡ് ബുക്ക്. സോ നമ്മളിപ്പോ എവിടെ വരെ എത്തി നിൽക്കുന്നത്, നമ്മൾ ആദ്യം തന്നെ കണ്ടു. നമ്മുടെ ചാപ്റ്റർ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബുക്ക് മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, സെക്കൻഡ് വേൾഡ് വാർ തീരുന്നു, ബൈപോളാർ വേൾഡിലേക്ക് വരുന്നു. ആരൊക്കെയാണ്? USSR ഉണ്ടായിരുന്നു. ഈ ബൈപോളാർ വേൾഡിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? ഓക്കെ, നമ്മൾ കണ്ടു ബൈപോളാർ വേൾഡ് വരുന്നു, US ഉണ്ട്, USSR ഉണ്ട്. ഓക്കെ, ഇതിന് നടുവിൽ നിന്നിരുന്ന അത്രയും കാലം വളരെ പവർഫുൾ ആയിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മുടെ യൂറോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഈ എൻഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാറിൽ യൂറോപ്പിന് വളരെ ഒരു തകർച്ച നേരിടുകയും ഈ ബൈപോളാർ വേൾഡിന്റെ അലൈസ് ആയിട്ട് ഇവർ തന്നെ പിരിയുകയാണ് ചെയ്യുന്നത്. ഈ മൊത്തം യൂറോപ്പ് വെസ്റ്റേൺ അലൈസും ഈസ്റ്റേൺ അലൈസ് ആയിട്ട് US-ന്റെയും USSR-ന്റെയും ഭാഗം ചേരുകയാണ്. സോ ഇവർക്കൊരു പവർ ആയിട്ട് വളരാൻ അന്നത്തെ കാലത്ത് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സോ അത്രയും നാള് ഉണ്ടായിരുന്ന ഒരു സൂപ്പർ പവർ ആയിരുന്നു യൂറോപ്പ്. ഇപ്പൊ യൂറോപ്പിലെ പല കൺട്രീസും ഇപ്പോ ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ മേ ബി ഈ ബൈപോളാർ വേൾഡ് ഒരു മൾട്ടിപോളാർ വേൾഡ് ആയിരുന്നേനെ. ബട്ട് അന്ന് കോളനീസ് ഒക്കെ വിട്ടുകൊടുക്കേണ്ടി വന്നു, അവരും എക്കണോമിക്കലി വളരെയധികം തകർച്ച നേരിടേണ്ടി വന്നു. സോ അന്ന് ഈ ബൈപോളാർ വേൾഡിന്റെ ഒരു ഭാഗമാകാനായിട്ട്, അല്ലെങ്കിൽ ഈ സൂപ്പർ പവേഴ്സിന്റെ അല്ലെങ്കിൽ സെന്റേഴ്സ് ഓഫ് പവർ അന്നത്തെ കാലത്തിൽ ഒരു ഭാഗമാകാനായിട്ട് യൂറോപ്പിന് സാധിച്ചിരുന്നില്ല. പക്ഷേ യൂറോപ്പ് രണ്ടായി തിരിഞ്ഞ് ഈസ്റ്റേണും വെസ്റ്റേൺ അലയൻസ് US-നെയും USSR-നെയും കൂടി ഭാഗം ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ കഴിഞ്ഞ ലെസൺസിലൊക്കെ കണ്ടതാണ്. ഇതിനെ എതിർക്കാനായിട്ട് എന്തിനും ഒരു എതിർപ്പ് എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാവും, സ്വാഭാവികമാണ്. സോ ഈ ബൈപോളാർ വേൾഡിനെ എതിർത്ത് നമ്മൾ കണ്ടു ബാങ്തൂൺ കോൺഫറൻസ്. നമ്മുടെ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസ്, ഇന്ത്യ പോലുള്ള അഞ്ച് കൺട്രീസിലെ ലീഡേഴ്സ് എല്ലാവരും കൂടി നേതൃത്വം വഹിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. അതായത് ഞങ്ങൾ ഈ രണ്ട് കൂട്ടത്തിലുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വഴി എന്ന് പറഞ്ഞൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ കൊണ്ടുവരാണ്. പക്ഷെ അതൊന്നും തന്നെ അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് ഹിസ്റ്ററിയിൽ. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ബൈപോളാർ വേൾഡ് പിന്നെ ഒരു ട്രാൻസിഷൻ നടക്കാണ്, ഒരു യൂണിപോളാർ വേൾഡ് വിത്ത് ഹോൾ US ഹെജുമണി. അമേരിക്ക സൂപ്പർ പവർ ആയി വരികയും, കാരണം ഡിസിന്റഗ്രേഷൻ ഓഫ് USSR, അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ ആ ലെസണിൽ കണ്ടതാണ്. US സൂപ്പർ പവർ ആയിട്ട് വരികയും, ഇനി വീണ്ടും US-നെ എതിർക്കാനായിട്ടും ആൾക്കാർ വേണമല്ലോ. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഒന്നും ഇറ്റ് ഹാഡ് ആൻ ഇമ്പാക്ട്, ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ എഫക്ട്, സിഗ്നിഫിക്കൻസ്, ബട്ട് അത്ര തന്നെ നമ്മൾ ഉദ്ദേശിച്ച അത്രയ്ക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു എതിർപ്പ് അവർക്ക് പ്രകടിപ്പിക്കാനായിട്ട് അന്ന് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. സോ ഈ ലെസണിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ US ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന ഈ സ്ഥലത്ത് ഓൾട്ടർനേറ്റീവ് പവർ ആയിട്ട് ഇനി നമുക്ക് ഇവിടെ വരുന്നത് ആരാണ്? നമുക്ക് രണ്ട് ഓർഗനൈസേഷൻ വരുന്നത് കാണാൻ സാധിക്കും, നമ്മുടെ ആസിയാനും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ. സോ ഇവ ഈ രണ്ട് ഓർഗനൈസേഷൻസ് ആണ്. കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട്, അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ആസിയാൻ. ഏഷ്യയിലുള്ള ആസിയാനും യൂറോപ്പിലുള്ള യൂറോപ്യൻ യൂണിയനും. ഈ രണ്ടുപേരുമാണ് ഈ ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ ആയിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ വന്നിരുന്ന ഓർഗനൈസേഷൻ. ഇത് മാത്രമല്ല, നമ്മൾ ഈ ലെസണിൽ കാണാൻ പോകുന്ന മറ്റൊരു വലിയൊരു പ്രധാനപ്പെട്ട കൺട്രിയാണ് ചൈന. ചൈനയുടെ വളർച്ച എങ്ങനെയാണ് US അല്ലെങ്കിൽ അന്നത്തെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പവറിന് ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് സെന്റർ ഓഫ് പവർ ആയിട്ട് ഉയർന്നു വന്നത്, അല്ലെങ്കിൽ ഒരു ചലഞ്ച് ആയിട്ട് വളർന്നു വന്ന ഒരു കൺട്രിയാണ് ചൈന. ചൈനയെ പറ്റി നമ്മൾ ഈ ലെസണിൽ മൊത്തം പഠിക്കുന്നതായിരിക്കും. സോ after the disintegration of Soviet Union in 1991, there was an end to the bipolar structure of the world. സോവിയറ്റ് യൂണിയൻ 1991 ഡിസിന്റഗ്രേറ്റ് ആകുന്നു, ബൈപോളാർ വേൾഡിന് എൻഡ് വരുന്നു. അമേരിക്ക emerged as the great power. അമേരിക്കയാണ് വരുന്നത്. It began to be realized by the rest of the world that alternative centers of political and economic power could limit America's hegemony. അപ്പോൾ പിന്നീട് കുറച്ച് കാലഘട്ടങ്ങളിലും കുറെ പ്രവൃത്തികളിലും കുറെ ഇവന്റ്സ് ഒക്കെ കൊണ്ട് മനുഷ്യർക്ക്, മറ്റു ലോകത്തിലെ മറ്റ് കണ്ടുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഞങ്ങളൊക്കെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ഞങ്ങളൊന്നും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു ചലഞ്ചായിട്ട് ഞങ്ങൾക്ക് വളരാൻ സാധിക്കും. എങ്ങനെ? പൊളിറ്റിക്കലിയും എക്കണോമിക്കലിയും ഞങ്ങൾക്കും ഒരു പവർ ആയിട്ട് ഒരു ചാലഞ്ച് അമേരിക്കയ്ക്ക് നേരിടാനായിട്ട് ഞങ്ങളെ കൊണ്ടും സാധിക്കുമെന്ന് അവർ മനസ്സിലാക്കുകയും അവർ രണ്ട് ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഏതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ മെയിൻ 2 ടോപ്പിക്സ് ആണ്. യൂറോപ്യൻ യൂണിയൻ എവിടെ? യൂറോപ്പിലും. നമ്മുടെ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ASEAN എവിടെ? ഏഷ്യയിലും. ഓക്കെ,
European Union and ASEAN have developed alternative institutions and conventions that build a more peaceful and cooperative regional order and have transformed the countries and regions into prosperous economies. അന്ന് അവർ നേരിട്ടിരുന്ന ഒന്നാമത്തെ കാര്യമാണ് യൂണിറ്റ് ഇല്ലായ്മ. ഈ രണ്ടുപേരും കോർപ്പറേഷൻ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന കൺട്രീസിന്റെ കോർപ്പറേഷനും അവരെല്ലാവരും യൂണിറ്റി ആയിരുന്നതും എല്ലാവരുടെ കയ്യിലും റിസോഴ്സസ് ഉണ്ട്. പക്ഷെ അമേരിക്കനെ തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ എതിർക്കാനുള്ള റിസോഴ്സ് ആരുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. സോ അപ്പൊ അവരെന്നെ വിചാരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാം. അപ്പൊ ഒരു തുള്ളി പെരുവെള്ളം എന്നല്ലേ, അതുപോലെ തന്നെ കുറച്ച് റിസോഴ്സസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കും ഒരു ഓൾട്ടർനേറ്റീവ് സെന്റർ ഓഫ് പവർ ആയിട്ട് വളരാൻ സാധിക്കുന്നവർ മനസ്സിലാക്കുകയും, പിന്നെ രണ്ടാമത്തെ കാര്യം യൂണിറ്റി. അപ്പൊ അവര് ഈ അസോസിയേഷനിലും കൺവെൻഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കി, കൺവെൻഷൻസ് കൊണ്ടുവന്നു, യൂണിറ്റി കൊണ്ടുവരാണ്. അത് മാത്രമല്ല രണ്ടാമത്തത് എന്തായിരുന്നു? ഇക്കോണമി. നമുക്കറിയാം ഇപ്പൊ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇക്കണോമിക്കലി ഭയങ്കര ബാക്ക്വേർഡ് ആയിട്ടുള്ള കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് ആയിരുന്നു. സോ ഈ യൂണിയൻസിലൂടെ അവര് ഇക്കണോമിക് ബാക്കപ്പും അല്ലെങ്കിൽ എന്താ ഒരു സപ്പോർട്ടും കൊടുക്കാനായിട്ട് മറ്റുള്ള കൺട്രീസിന് ഈ ഇതിലൂടെ സാധിച്ചു. ഓക്കെ, ദി ഇക്കണോമിക് റൈസ് ഓഫ് ചൈന ഹാസ് മെയ്ഡ് എ ഡ്രമാറ്റിക് ഇമ്പാക്ട് ഓൺ ദി വേൾഡ് പൊളിറ്റിക്സ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇൻ ദിസ് ചാപ്റ്റർ വി take a look at some of these emerging alternative centers of power and assess their possible role in the future. So നമ്മൾ ഇന്നത്തെ ഈ ലെസണിൽ നമ്മൾ എന്താണ് കാണാൻ പോകുന്നത്? അമേരിക്ക പോലുള്ള വലിയ വലിയ പവേഴ്സിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ഗ്ലോബൽ പൊളിറ്റിക്സിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ എതിർപ്പായിട്ട് വരുന്ന വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റീവ് പവേഴ്സ് ഏതൊക്കെയാണുള്ളത്? ഓക്കെ, ഒന്നാമത്തേതാണ് യൂറോപ്യൻ യൂണിയൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറോപ്പ് രണ്ടായി വളരുകയാണ്. ഈസ്റ്റേൺ അലയൻസും വെസ്റ്റേൺ അലയൻസും USSRനെയും കൂടെ ചേരുകയാണ്. അപ്പൊ അന്നത്തെ കുറെ ലീഡേഴ്സിന് മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ഒരു തോട്ടാണ്, യൂറോപ്പിന്റെ എൻഡ് ആയോ? ഇത്ര നാള് കുറെ ലോകം മൊത്തം കീഴടക്കി എക്സ്പെഡിഷൻസും കോളനീസും ഒക്കെ ഉണ്ടായി കുറെ റിച്ച് ആയിട്ടുള്ള ഒരു വലിയൊരു കുറെ രാജ്യങ്ങളുള്ള നമ്മുടെ യൂറോപ്പ് ഇപ്പോ ഈ ബൈപോളർ വേൾഡിൽ ഒരു ഭാഗം പോലും അല്ല എന്നുള്ളൊരു വലിയൊരു ചോദ്യം അവിടെ വരാം. ഓക്കെ, ആസ് എ സെക്കൻഡ് വേൾഡ് വാർ came to an end, many of the Europe's leaders grappled with the question of Europe. Should Europe be allowed to revert to its old rivalries or be reconstructed on principles and institutions that would contribute to a positive conception of international relations? അപ്പൊ അവരിൽ തന്നെ ഒരു ചോദ്യം വരാണ്. ഇവർക്കിടയിൽ തന്നെ കുറെ റൈവലറീസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ കണ്ടതാണ്. അപ്പൊ ഇവരങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്, നമ്മൾ തമ്മിൽ തല്ലണോ അത് ഒന്നിച്ചു നിൽക്കണോ? വീണ്ടും യൂറോപ്പിനെ റിവൈവ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കണം? അങ്ങനെ ഒരു ചോദ്യം വരാണ്. പുതിയൊരു കൈൻഡ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസും ഗ്ലോബൽ പൊളിറ്റിക്സിലും നമുക്കും ഒരു വലിയൊരു ഭാഗമാകാം, ഒരു ഓൾട്ടർനേറ്റീവ് പവർ ആയിക്കൂടെ എന്നൊരു ചോദ്യം വരാണ്. European integration after 1945 was aided by the Cold War. കോൾഡ് വാറിന് ശേഷമാണ് യൂറോപ്പിന്റെ ഇന്റഗ്രേഷൻ നടക്കുന്നത്. അമേരിക്ക extended massive financial help for reviving Europe's economy under what was called the Marshall Plan. സോ ഇവിടുത്തെ മെയിൻ പോയിന്റ് ആണ് നമ്മുടെ മാർഷൽ പ്ലാൻ. എന്താണ് മാർഷൽ പ്ലാൻ? ഇവിടെ നമുക്കൊരു കഥ കാണാൻ സാധിക്കും. നമ്മുടെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന് മാർഷൽ ഒരു സഹായം, നമ്മൾ നേരത്തെ കണ്ടു, യൂറോപ്പിനെ രണ്ടായിട്ട് തിരിച്ച് ഈസ്റ്റേണും വെസ്റ്റേൺ അലയൻസ്. ഒരു കൂട്ടം ആൾക്കാർ ആരുടെ കൂടെ ഉണ്ട്? നമ്മുടെ അമേരിക്കയുടെ കൂടെ അലയൻസ് ചേർന്നിട്ടുണ്ട്. സോ നമ്മുടെ മാർഷൽ ഒരു ഐഡിയ കൊണ്ടുവരാണ്, നമുക്ക് ഇവർക്ക് കുറച്ച് എയ്ഡ്സ് കൊടുക്കാം. എങ്ങനെ? ഇക്കണോമിക് ആയിട്ട് കുറച്ച് സപ്പോർട്ട് കൊടുക്കാം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവര് നമ്മുടെ കൂടെ കൂടുതൽ നിൽക്കും, നമുക്കും കുറച്ചുകൂടി നന്നായിട്ട് വളരാം എന്നുള്ളൊരു കുരുട്ട് പുതിയതായിട്ട് ആര് വരാണ്? നമ്മുടെ മാർഷൽ വരാണ്. മാർഷൽ ഒരാളുടെ പേരാണ്. അങ്ങനെ പുള്ളിക്കാരൻ ഈ ഇക്കണോമിക് എയ്ഡ് അല്ലെങ്കിൽ ഇക്കണോമിക് സപ്പോർട്ടുമായിട്ട് ആർക്കുള്ള ഇക്കണോമിക് സപ്പോർട്ട്? യൂറോപ്പിന് ഇക്കണോമിക് സപ്പോർട്ട് കൊടുക്കാന്ന് ആർക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കാണ്? അമേരിക്കയ്ക്ക് ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കാണ്. ആ പ്ലാനിനെയാണ് മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ US ഓൾസോ ക്രിയേറ്റഡ് എ ന്യൂ കളക്റ്റീവ് സെക്യൂരിറ്റി സ്ട്രക്ചർ അണ്ടർ നെയ്റ്റോയും കൊണ്ടുവരാണ്. അപ്പൊ ഇവിടെ ആക്ച്വലി US ശ്രമിച്ചത് അവരുടെ പവർ ഒന്നും കൂടി ശക്തമാക്കാനാണ്. ആര് ശ്രമിച്ചത്? നമ്മുടെ അമേരിക്ക ശ്രമിച്ചതെന്നുള്ളത്. ഓക്കെ, under the Marshall Plan, the Organization of European Economic Cooperation (OEEC) was established in 1948. അപ്പൊ നമ്മൾ കണ്ടു, ആദ്യം മാർഷൽ പ്ലാൻ കൊണ്ടുവന്നു. അതെന്തിനാണ്? ഇക്കോണമിക്ക് വേണ്ടിയിട്ട്. നാറ്റോ കൊണ്ടുവന്നത് മിലിറ്ററിക്ക് വേണ്ടിയിട്ട്. നമുക്ക് കാണാൻ സാധിക്കും പുതിയൊരു ഓർഗനൈസേഷൻ തുടങ്ങുകയാണ്. ഏതാണ്? അബ്രിവിയേഷൻ വെരി ഇമ്പോർട്ടന്റ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓർഗനൈസേഷൻ ഫോർ യൂറോപ്യൻ ഇക്കണോമിക് കോർപ്പറേഷൻ (OEEC). ഓക്കെ, ഏതാണ് വർഷം? 1948. ഓക്കെ, ഇനി ഇത് വെസ്റ്റേൺ യൂറോപ്യൻ സ്റ്റേറ്റ്സിന് എന്താണ്? എക്കണോമിക് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദ കൗൺസിൽ ഓഫ് യൂറോപ്പ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1949
49 സോറി വാസ് അനദർ സ്റ്റെപ്പ് ഫോർവേഡ് ഇൻ പൊളിറ്റിക്കൽ കോർപ്പറേഷൻ. അപ്പൊ ഇവിടെ ഇക്കോണമി കഴിഞ്ഞു, ഇനി അടുത്തതാണ് പൊളിറ്റിക്കലി എങ്ങനെയാണ് അവർക്ക് കുറച്ചുകൂടിയും കോർപ്പറേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ കൗൺസിൽ ഓഫ് യൂറോപ്പ് സ്ഥാപിക്കുന്നത് ദ വെരി നെക്സ്റ്റ് ഇയർ വിച്ച് ഇസ് 1949. അപ്പൊ 1948 ഇക്കണോമിക് എയ്ഡുമായിട്ട് വന്നു, OEC ഓർഗനൈസേഷൻ ഫോർ യൂറോപ്യൻ ഇക്കണോമിക് കോർപ്പറേഷൻ കൊണ്ടുവന്നു. നെക്സ്റ്റ് ഇയറിൽ പൊളിറ്റിക്കൽ കോർപ്പറേഷൻ ആയിട്ട് കൗൺസിൽ ഓഫ് യൂറോപ്പ് തുടങ്ങുകയാണ് 1949. ഓക്കെ, ദ ഫോർമേഷൻ ഓഫ് യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി ഇൻ 1957. വീണ്ടും അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കുറെ കൺവെൻഷൻസ് അല്ലെങ്കിൽ കുറെ കമ്മ്യൂണിറ്റീസ്, കുറെ അഗ്രിമെന്റ്സ്, ഇതൊക്കെ ഇവിടെ പുതിയതായിട്ട് വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. The collapse of Soviet bloc put Europe on a fast track and resulted in the establishment of the European Union in 1992. അപ്പൊ നമ്മൾ നേരത്തെ എന്താ കണ്ടത്? നമുക്കറിയാം യൂറോപ്പ് രണ്ടായിട്ടുണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിലെ ഭാഗം ആരുടെ കൂടിയാണ്? USSRന്റെ കൂടെയാണ്. ഈ USSR ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തപ്പോ നമ്മുടെ യൂറോപ്പ് എന്ത് വിചാരിച്ചു? ഓക്കെ, ഇനിയിപ്പോ ഒരു പവർ പോയി, ഇനിയിപ്പോ നമുക്ക് ആരെ മറികടന്നാൽ മതി? അമേരിക്കനെ മാത്രം മറികടന്നാൽ മതി, നമ്മുടെ പോയ പവറൊക്കെ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ. ഇല്ലെങ്കിൽ അതൊന്നും വേണ്ട, ആരും മറികടക്കണ്ട, നമുക്ക് നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ് പവറായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ആരെ മാത്രം നോക്കിയാൽ മതി? അമേരിക്കനെ മാത്രം നോക്കിയാൽ മതി. നമുക്ക് ഇനി കൂടെ നിൽക്കാൻ ആരില്ല? USSR ഇല്ല. കാരണം അവരുടെ ഗതി തന്നെ വളരെ പരിതാപകരമാണ്. അപ്പൊ യൂറോപ്പ് USSRന്റെ ഡിസിൻറ്റഗ്രേഷൻ കഴിഞ്ഞപ്പോൾ, അവരുടെ അലായി ഒരു ഭാഗത്ത് നിന്ന് വിട്ടുപോയപ്പോൾ, അപ്പൊ അവർ ഈ യൂറോപ്യൻ യൂണിയൻ അവരുടെ യൂണിറ്റി ഒന്നുകൂടിയും കൊണ്ടുവരാൻ വേണ്ടിയുള്ള തത്രപ്പാടുകൾ വേഗത്തിലാക്കി. കുറച്ചുകൂടി വേഗം കാര്യങ്ങൾ മുന്നോട്ട് എത്തിക്കാൻ തുടങ്ങി. The foundation was thus laid for common foreign and security policy, cooperation on justice and home affairs, and the creation of a single currency. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് ആര് വരികയാണ്? അപ്പൊ ഈ യൂണിയന്റെ ഫോർമേഷൻ കുറച്ചുകൂടി സ്പീഡി ആക്കുകയും അങ്ങനെ 1992 എന്ത് തുടങ്ങുകയാണ്? നമ്മുടെ യൂറോപ്യൻ യൂണിയൻ എസ്റ്റാബ്ലിഷ് ആവുകയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ദ ട്രീറ്റി ഓഫ് മാസ്ട്രിച്ച് വിച്ച് വാസ് സൈൻഡ് ഇൻ February 7, 1992. 1992 ഒപ്പിട്ട ഒരു ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് മാസ്ട്രിച്ച്. ഇത് സൈൻ ചെയ്തതോടെയാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യൂറോപ്യൻ യൂണിയൻ. അപ്പൊ ഈ ട്രീറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്, പേര് ഓർത്തു വെക്കുക, ട്രീറ്റി ഓഫ് മാസ്ട്രിച്ച്. ഓക്കെ, ഇത് മാത്രമല്ലെങ്കിൽ 2002 ഇവരുടേതായ ഒരു കറൻസി കൊണ്ടുവരികയാണ്. ഏതാണത്? യൂറോ. ഓക്കെ, ഇത് 12 ഈ യൂറോപ്യൻ യൂണിയനിലെ 12 മെമ്പേഴ്സിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 2002. അപ്പൊ ഈ രണ്ട് ഡേറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തേതാണ് 1992 യൂറോപ്യൻ യൂണിയൻ എസ്റ്റാബ്ലിഷ് ആയാണ്, ട്രീറ്റി ഓഫ് മാസ്ട്രിച്ച്. ഇനി 2002 കറൻസി കൊണ്ടുവരികയാണ് വിച്ച് ഇസ് യൂറോ. ഓക്കെ, ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരുടെ അതോറിറ്റി കുറച്ചുകൂടി അതോറിറ്റൈസ് ലീഗലൈസ് ആക്കാൻ വേണ്ടിയിട്ട്, ലെജിറ്റിമേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതൊന്നാണ് എന്താണ്, ഇവർക്ക് ഫ്ലാഗ് ഉണ്ട്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഫ്ലാഗ് ആൻഡ് ഫൗണ്ടിങ് ഡേറ്റ് ആൻഡ് കറൻസി, ഇതൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവരുടേതായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അത് ഫെയിൽ ആവുകയാണ്. ബട്ട് ഇവർക്ക് ഇവരുടേതായ ആന്തും കാര്യങ്ങളും കറൻസിയും ഒക്കെ ഇപ്പൊ തന്നെയാണ്. സോ നമ്മൾ ഈ യൂറോപ്യൻ യൂണിയൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് 3 ആസ്പെക്ട്സ് ആണ്. ഒന്നാമത്തത് ഇക്കണോമിക്, രണ്ടാമത്തത് എന്താണ്? മിലിറ്ററി, മൂന്നാമത്തെ ആസ്പെക്ട് എന്താണ്? പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക്. ഈ 3 ആസ്പെക്റ്റിലാണ് നമ്മൾ ഇനി മുന്നോട്ട് യൂറോപ്യൻ യൂണിയന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഇക്കോണമി നോക്കാം. The European Union is the world's biggest economy with a GDP of more than 12 trillion in 2005. Okay, slightly larger than that of United States. അപ്പൊ എന്താണ്? വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഇക്കോണമി ആണ് വിത്ത് GDP. Its currency euro can pose a threat to the dominance of the US dollar. US ഡോളറിന് ഒരു ത്രെറ്റ് ആയിട്ട് വളർന്നുകൊണ്ട് വരുന്ന ഒരു കറൻസിയാണ് യൂറോ. കാരണം എന്താണ്? വേൾഡിൽ ഇപ്പൊ തന്നെ ഷെയർ നോക്കുകയാണെങ്കിൽ US-നേക്കാളും സ്ലൈറ്റ്ലി കൂടുതലാണ് ആരുടെ? യൂറോപ്യൻ യൂണിയന്റെ. ഓക്കെ, its share of world trade is 3 times larger than that of United States. വേൾഡ് ട്രേഡില് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെക്കാളും 3 തവണ കൂടുതലാണ് ഇവരുടെ ട്രേഡ് ഷെയർ എന്ന് പറയുന്നത്. allowing it to be the more assertive in trade disputes with US and China. അപ്പോൾ ഇവിടെ ഇവരുടെ സ്റ്റേക്ക് എന്താണ്? US-ഉം ചൈനയും. US എന്ന് പറയുന്നത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു പവറാണ്. ചൈന എന്ന് പറയുന്നത് വളർന്നുകൊണ്ട് വരുന്ന ഒരു എസ്റ്റാബ്ലിഷിംഗ് പവറാണ്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിൽ ആർക്കാണ് കൂടുതൽ എന്തുള്ളത്? സേ ഉള്ളത്? അത് യൂറോപ്യൻ യൂണിയന് തന്നെയാണ്. ഓക്കെ, കാരണം അവരാണ് മേജർ ട്രേഡ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. കാരണം അവരാണ് അതിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത്.
Two members of European Union, Britain and France, hold permanent seats on UN Security Council. UN Security Council, യുണൈറ്റഡ് നേഷനിൽ ഈ യൂറോപ്യൻ യൂണിയന്റെ രണ്ട് മെമ്പേഴ്സ്, ഒന്നല്ല രണ്ട് മെമ്പേഴ്സ്, ശ്രദ്ധിക്കണം, വീറ്റോ പവർ ഉള്ളതാണ്. ബ്രിട്ടനും ഫ്രാൻസും ഇവർ രണ്ടുപേർക്കും പെർമനന്റ് സീറ്റ്സ് ഉണ്ട്. ദ യൂറോപ്യൻ യൂണിയൻ ഇൻക്ലൂഡ് സെവറൽ നോൺ പെർമനന്റ് മെമ്പേഴ്സ്. പെർമനന്റ് മെമ്പേഴ്സ് മാത്രം രണ്ടുപേരുണ്ട്. ഇനി ഇതല്ലാതെ നോൺ പെർമനന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് വേറെയുണ്ട്. This has enabled the European Union to influence some US policies such as the current US position on Iran's nuclear program. അപ്പൊ ഇവിടെ ഇവർക്ക് പോളിസീസിലും ഇവർക്ക് കൈകടത്താനായിട്ട് സാധിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് എന്താണ്? ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിൽ യൂറോപ്യൻ യൂണിയനിലുള്ള ഇൻഫ്ലുവൻസ് ആർക്ക്? US പോളിസീസ് കൊണ്ടുവന്നത്. ഓക്കെ, its use of diplomacy, economic investments and negotiations rather than coercion and military force. മിലിറ്ററി അല്ലെങ്കിൽ പവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ചിട്ടല്ല, കൂടുതൽ എന്താണ്? ഡിപ്ലോമാറ്റിക് ആയിട്ട് നെഗോസിയേഷൻസ് അല്ലെങ്കിൽ കുറച്ച് സ്റ്റേക്സ് അല്ലെങ്കിൽ എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് നെഗോസിയേഷൻസ് ഒക്കെ കൊണ്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കൺട്രോൾ ആണ് യൂറോപ്യൻ യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയൻസ് കമ്പൈൻഡ് ആംഡ് ഫോഴ്സ്. ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടക്കാണ്. നമ്മൾ ആദ്യത്തെ ഇക്കണോമിക് കണ്ടു, ചെറുതായിട്ട് ഇപ്പൊ പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക്കും കണ്ടു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? ആംസിലേക്ക്, മിലിറ്ററി. യൂറോപ്യൻ യൂണിയൻസ് കമ്പൈൻഡ് ആംഡ് ഫോഴ്സ് ആർ ദി സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്. ഒന്നാമത്തെ നമ്മൾ ഹെജുമണിയിൽ കണ്ടു ആരാണ്? അമേരിക്കയാണ്. ഓക്കെ, അപ്പൊ തൊട്ടു പുറകെ തന്നെ ആരുണ്ട്? യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. ഇറ്റ്സ് ടോട്ടൽ സ്പെൻഡിങ് ഓൺ ഡിഫൻസ് ഇസ് സെക്കൻഡ് ആഫ്റ്റർ US. അപ്പോ നമ്മൾ ഹെജുമണിയിൽ കണ്ടു ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? റിസർച്ച് നടത്തുന്നതും എല്ലാം പെന്റഗൺ ബിൽഡിങ്ങില് നമ്മുടെ അമേരിക്കയാണ്. അപ്പൊ രണ്ടാമത്തേതായിട്ട് വരുന്നത് യൂറോപ്യൻ യൂണിയന്റെയാണ് സ്പെൻഡിങ്. Two European Union member states ആരാണ്? വീണ്ടും ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് also have the nuclear arsenals of approximately 550 nuclear warheads. അമേരിക്കയുടെ കയ്യിലുള്ളത് മാത്രമല്ല അമേരിക്കക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ ബ്രിട്ടനും ഫ്രാൻസിനും രണ്ടു പേർക്കും ന്യൂക്ലിയർ വെപ്പൻസ് ഉപയോഗിക്കാനുള്ള അനുമതിയുണ്ട്. ഓക്കെ, അവരുടെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ അതൊരു വലിയൊരു ത്രെട്ട് ആണ്. ഒരു യുദ്ധം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പവർ ആരുടെ ഉണ്ട്? നമ്മുടെ യൂറോപ്യൻ യൂണിയന്റെ ഉണ്ട്. ഈ യൂണിയന്റെ എന്താണ് ഒരു പ്രത്യേകത തന്നെ എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂണിയൻ ഒരുമിച്ച് നിൽക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ദി വേൾഡ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് സ്പേസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ടെക്നോളജിയിലും അമേരിക്കയുടെ പോലെ തന്നെ വളരെ വലിയൊരു എന്താ പറയാ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ള ഒരു യൂണിയനാണ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ മെമ്പർ സ്റ്റേറ്റ്സ് ഹാവ് ദെയർ ഓൺ ഫോറിൻ റിലേഷൻസ് ആൻഡ് ഡിഫൻസ് പോളിസി. അവർക്ക് അവരുടേതായിട്ടുള്ള ഫോറിൻ റിലേഷൻസും ലോസും പോളിസീസും നയങ്ങളും എല്ലാം ഉണ്ട്. That are often at odds with each other. This limit the ability of European Union to act in matter of foreign relations and defense. Okay. ഇനി ഇവർക്കുള്ള ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. അമേരിക്ക എന്ന് പറയുന്നത് ഒരു കൺട്രിയാണ്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് കുറെ കൺട്രീസിന്റെ ഒരു യൂണിയൻ ആണ്. സോ അപ്പൊ പലർക്കും എല്ലാവർക്കും അവരുടെ ഓരോ കൺട്രീസിനും അവരുടേതായ നയങ്ങളും പോളിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇറ്റ് വിൽ ബി കോൺട്രാസ്റ്റ് അറ്റ് ടൈംസ്. ഒരു ഉറപ്പില്ല എല്ലാം നല്ല രീതിക്ക് അലൈൻ ആയിട്ട് പോകണമെന്ന്. സോ പലപ്പോഴും അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് വരികയും അത് ഒരു കോൺഫ്ലിക്റ്റിലേക്കോ അല്ലെങ്കിൽ പൊരുത്തച്ചേരായ്മയ്ക്കോ അതൊക്കെ കാരണമാകാറുണ്ട്. അത് അവർക്ക് ഒരു വലിയൊരു ലിമിറ്റ് ആണ്. ഓക്കെ, ഇനി ഈ കാർട്ടൂൺ ഒന്ന് നോക്കിയത്. കാർട്ടൂൺ അപ്പിയർഡ് ഇൻ 2003 when European Unions initiated to draft common constitution field. നമ്മൾ കണ്ടു ഫ്ലാഗ് ഉണ്ട്, ആന്തം ഉണ്ട്, കറൻസി ഉണ്ട്. ആദ്യം അവർ ചെയ്തത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ ശ്രമിക്കുക എന്നുള്ളതായിരുന്നു യൂറോപ്യൻ യൂണിയന് വേണ്ടി. അതായത് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ ഈ എല്ലാ കൺട്രീസും ഒന്നിച്ചു വന്ന് ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ അത് ഫെയിൽ ആവുകയാണ്. അതാണ് ഈ പിക്ചറിൽ കാണിക്കുന്നത്. സോ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ ഈ പിക്ചർ വന്നിട്ട് ഇത് എന്തിനായിട്ട് സംബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ ഫെയിൽഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് ആണ് ഇതിൽ കാണുന്നത്. അതിന് അവിടെ നിന്നായിരിക്കും ഈ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഈ സ്റ്റാർസിന്റെ സിഗ്നിഫിക്കൻസ് എന്നാണ് നമ്മൾ അടുത്തത് കാണും, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഏത് കൊല്ലാണ് ഇതിൽ പറയുന്ന സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള യൂണിയൻ ഫോം ചെയ്തത്? 1992. ഇവരുടെ കറൻസി ഏതാ? യൂറോ. അങ്ങനെ ഇതായിട്ട് ഒരു ഇമേജ് വന്നിട്ട് അത് ബന്ധപ്പെട്ടിട്ട് എന്തും ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഇൻഡയറക്ട്ലി ആയിട്ട് ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ട യൂണിയന്റെ കറൻസി ഏതാ? അപ്പൊ യൂണിയന്റെ പേര് അവരതിൽ പറയുന്നില്ല. അപ്പൊ നമുക്ക് ഏത് യൂണിയനാണ് അല്ലെങ്കിൽ ഏത് അസോസിയേഷനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയണം. ഓക്കെ, സോ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, ടേക്ക് നോട്ട് ഓഫ് ദാറ്റ്. ഓക്കെ, അടുത്തത്
ഈ കാണുന്നതാണ് യൂറോപ്യൻ യൂണിയന്റെ ഫ്ലാഗ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു ഫ്ലാഗും എന്തൊക്കെ അവർക്ക് സ്വന്തമായിട്ടുണ്ട്. അതാണ് ഈ കപ്പലിൽ കാണുന്ന ഈ സ്റ്റാർസും. ഈ സ്റ്റാർസ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ദ സർക്കിൾ ഓഫ് ഗോൾഡ് സ്റ്റാർസ്, ഗോൾഡ് ആണ്, സ്റ്റാൻഡ്സ് ഫോർ സോളിഡാരിറ്റി ആൻഡ് ഹാർമണി ബിറ്റ്വീൻ ദ പീപ്പിൾസ് ഓഫ് യൂറോപ്പ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നല്ല ചാൻസ് ഉണ്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനായിട്ട്. അപ്പൊ ഈ സ്റ്റാർസ്, എത്ര സ്റ്റാർസ് ഉണ്ട്? മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ ചോദിക്കുക. 12 സ്റ്റാർസ് ഉണ്ട്. ഓക്കെ, ദർ ആർ 12 സ്റ്റാർസ്. ഈ സ്റ്റാർസ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? സോളിഡാരിറ്റിയും ഹാർമണിയും. ആര് തമ്മിലുള്ളത്? ഈ യൂറോപ്പിലെ കൺട്രീസ് തമ്മിലുള്ളത്. ആസ് ദ നമ്പർ 12 is traditionally the symbol of the perfection, completeness and unity. അപ്പൊ ട്രഡീഷണലി അവര് വിശ്വസിക്കുന്നത് എന്താണ്? ഈ 12 എന്ന് പറയുന്ന നമ്പർ ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് പെർഫെക്ഷൻ, കംപ്ലീറ്റ്നെസ് ആൻഡ് യൂണിറ്റി. അതുകൊണ്ടാണ് അവര് ആ 12 സ്റ്റാർസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ഒന്നാമത്തെ യൂണിയൻ കണ്ടു, ഏതാണ്? യൂറോപ്യൻ യൂണിയൻ. ഇനി അടുത്തേക്ക് നമ്മൾ പോവാണ്, അതാണ് ആസിയാൻ. ഓക്കെ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, അതാണ് ആസിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താ ഉണ്ടാവാൻ പോകുന്നത്? നമുക്കറിയാം, നമ്മളൊക്കെ ഏഷ്യയിൽ പെട്ട ആൾക്കാരാണ്. നമ്മൾ മുകളില് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ഈ യൂറോപ്പ്, എസ്പെഷ്യലി ബ്രിട്ടൻ, ജപ്പാൻ, അവരുടെയൊക്കെ കോളനി ആയിരുന്നു ഇവിടെയുള്ള പകുതി ആൾക്കാർ, പകുതി കൺട്രീസ് എന്ന് പറയുന്നത്. നമ്മൾ വളരെയധികം ലൂട്ട് ചെയ്തു, എക്സ്പ്ലോയിറ്റ് ചെയ്തു. അപ്പൊ വളരെയധികം എന്താ പറയുക, ഇക്കണോമിക്കലിയും റിസോഴ്സസിന്റെ കാര്യത്തിൽ വളരെയധികം ഡിഗ്രേഡ് ആയിട്ട് നിൽക്കുന്ന കുറെ കൺട്രീസ് ആണ് ഈ നമ്മുടെ ഈ മാപ്പിന്റെ, ഈ ഗ്ലോബിന്റെ ഈ ഭാഗത്തായിട്ട് തേർഡ് വേൾഡ് കൺട്രീസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവർക്ക് ഒരു എന്താ പറയുക, ഒരു ഓൾട്ടർനേറ്റീവ് പവർ ആയിട്ട് വളരാൻ സാധിക്കും എന്നുള്ളത് ആരും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. എസ്പെഷ്യലി സൂപ്പർ പവർ ആയിട്ടുള്ള ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ടുള്ള അമേരിക്ക പോലുള്ള പവേഴ്സ് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ഇവർക്കും they were initially very self-sufficient and rich in resource, minerals, economy, എല്ലാ കാര്യത്തിലും. പിന്നീട് ലൂട്ട് ചെയ്തിട്ടാണ് അവരുടെ നിന്നെല്ലാം പോയത്. സോ ഇവരെല്ലാരും കൂടി ഒന്നിച്ചു വന്ന് സ്വന്തം സെൽഫ് ഹെൽപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുകയും കൂടുതൽ എയ്ഡ്സും എക്കണോമിക് എയ്ഡും പൊളിറ്റിക്കലി ആയാലും മിലിറ്ററി ആയാലും എല്ലാത്തിനും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരും എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു എന്താ പറയാ ഒരു ഓപ്പോസിഷൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു എതിരാളിയായിട്ട് വളർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വളർന്ന ഒരു അസോസിയേഷൻ ആണ് ആസിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവര് മെയിൻലി സഫർ ചെയ്തത് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് ആയിരുന്നു. എന്തിന്റെ കാരണത്താൽ? കൊളോണിയലിസത്തിൽ. ഈ തേർഡ് വേൾഡ് കൺട്രീസ് മുൻപും ശ്രമിച്ചിരുന്നു. അതാണ് നമ്മൾ കണ്ട നാം ബാങ്ദുങ് കോൺഫറൻസ് എന്നുള്ളതൊക്കെ. പക്ഷെ അതൊക്കെ ഇൻഎഫക്റ്റീവ് ആയിരുന്നു. അതിൽ നിന്ന് മാറി ഒരു അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, അതാണ് ആസിയാൻ എന്ന് പറയുന്നത്. ഏത് കൊല്ലാണ് ആസിയാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? 1967. ഓക്കെ, സോ 1967 ആസിയാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ആസിയാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. വെരി ഇമ്പോർട്ടന്റ് 5 കൺട്രീസ് ആണ് ആദ്യം കൊണ്ടുവരുന്നത്. ആരൊക്കെയാണ്? ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്. ഈ 5 കൺട്രീസ് ആണ് ആദ്യം ആസിയാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബൈ സൈനിങ് എ ബാങ്കോക്ക് ഡിക്ലറേഷൻ. വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ബാങ്കോക്ക് ഡിക്ലറേഷൻ അവര് സൈൻ ചെയ്യുന്നു, അവര് ആസിയാൻ ഫോം ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് countries that would fall in southeast eastern region of Asia during the Second World War and the regime suffered economic and political consequences. അവര് സഫർ ചെയ്തിരുന്നു. യൂറോപ്പിന് ജപ്പാന്റെ ഒക്കെ കോളനി ആയിരുന്നു. എൻഡ് ഓഫ് വാർ ആയപ്പോൾ അവര് കുറച്ചുകൂടി അവരുടെ പ്രോബ്ലംസ് ഒക്കെ കൺഫ്രണ്ട് ചെയ്യാൻ തുടങ്ങി, അതിനെ ഓവർകം ചെയ്യാൻ തുടങ്ങി, ഒരുമിച്ച് കൂടാൻ തുടങ്ങി. തേർഡ് വേൾഡ് യൂണിറ്റി കൊണ്ടുവരാൻ ഏതിലെ ബാങ്ദൂൺ കോൺഫറൻസിലും നോൺ അലൈൻമെന്റ് മൂവ്മെന്റിലും അവർ ശ്രമിച്ചിരുന്നു. പക്ഷെ അത് ഫെയിൽ ആവുകയായിരുന്നു. അങ്ങനെയാണ് അവർ ആസിയാൻ ഫോം ചെയ്യുന്നത് കണ്ടു. അതിനുശേഷമാണ് നമ്മളിപ്പോ പറഞ്ഞ 1967 5 കൺട്രീസ്. ആരൊക്കെയാണ്? ഇന്തോനേഷ്യ, മലേഷ്യ. വെരി ഇമ്പോർട്ടന്റ് കൺട്രീസിന്റെ പേര് പഠിച്ചു വെച്ചോളൂ. ഇതാരാണ് ഫൗണ്ടിങ്? 5 പേര് മാത്രമല്ല ഉള്ള ഫൗണ്ടിങ് ആരാണ്? ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ്. ഇവിടെ തെറ്റ് പറ്റാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ടു നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റിലും 5 ഫൗണ്ടിങ് ഫാദേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇന്ത്യ, ഈജിപ്ത് പോലെയുള്ള കൺട്രീസ്. അപ്പൊ അത് തെറ്റിപ്പോയത് ഈ 5 പേര് അങ്ങോട്ടേ കിട്ടും. ഏത് ട്രീറ്റി സൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഏത് ഡിക്ലറേഷൻ സൈൻ ചെയ്തതിന് ശേഷമാണ് ആസിയാൻ ഫോം ആയത്? വെരി വെരി ഇമ്പോർട്ടന്റ്, ബാങ്കോക്ക് ഡിക്ലറേഷൻ. ബാങ്ദൂങ് അല്ല, അത് വേറെയാണ്, തെറ്റിപ്പോവരുത്. അപ്പോ 1967 ബാങ്കോക്ക് ഡിക്ലറേഷൻ ഒപ്പിട്ടതിന് ശേഷം ഇവർ 5 പേരും കൂടിയിട്ട് തുടങ്ങുകയാണ് ഏത് അസോസിയേഷൻ? ആസിയാൻ. ഓക്കെ, സെക്കൻഡറി ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇക്കണോമിക് ഗ്രോത്ത്.
നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവരെല്ലാവരും വളരെയധികം ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിരുന്ന ഡെവലപ്പിംഗ് കൺട്രീസ് ആയിരുന്നു. സോ ഇവർക്ക് എല്ലാവർക്കും ഇക്കണോമിക് ഗ്രോത്തിനുള്ള ഒരു എന്താ പറയുക, ഒരു എൻവയോൺമെന്റ് സെറ്റ് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക എന്നുള്ളതായിരുന്നു ഒരു മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ്, ഇതായിരുന്നു അവരുടെ മെയിൻ. ഓക്കെ, ഇക്കണോമിക് ഗ്രോത്തും സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ്. രണ്ടാമത്തത് എന്തായിരുന്നു? പീസ് ആൻഡ് സ്റ്റെബിലിറ്റി. നമുക്കറിയാം മുൻപ് വളരെയധികം വാർ, ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ ഇവർ ഡയറക്ട്ലി കോൺഫ്രണ്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇവർ അതിൽ ഭാഗമായിരുന്നു. കോളനീസ് ആയതുകൊണ്ട് ഇവരുടെ ആൾക്കാരൊക്കെയാണ് യുദ്ധത്തിനായിട്ട് സൂപ്പർ പവേഴ്സ് കൊണ്ടുവരുന്നത്. സോ ഇവർക്കും കുറെ ടോൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവരും കുറെ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ദേ ഡോണ്ട് വാണ്ട് ഇറ്റ് എനിമോർ. ദേ ഡോണ്ട് വാണ്ട് ടു ബി എനി കോളനി ഓഫ് എനി വൺ, ഓർ ദേ വോണ്ട് വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് വാർ. ദേ വാണ്ട് പീസ് ആൻഡ് സ്റ്റെബിലിറ്റി. ഇതായിരുന്നു അവരുടെ രണ്ട്. ഇതിന് അവർ റൂൾ ഓഫ് ലോ ഉപയോഗിക്കുന്നു, പ്രിൻസിപ്പിൾ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ചാർട്ടർ ഒക്കെ ഫോളോ ചെയ്യണമെന്ന് ഒരു കോൺസെൻസസിൽ നമ്മൾ എല്ലാവരും കൂടി എത്താണ്, ഈ 5 കൺട്രീസ് കൂടിയിട്ട്. ASEAN countries have celebrated what has become as the ASEAN way. ASEANന്റെ way. A form of interaction that is informal ആണ്, നോൺ കോൺഫ്രണ്ടേഷണലിസ്റ്റ് ആണ്, കോപ്പറേറ്റീവ് ആണ്. ഇതൊക്കെയാണ് ഇവരുടെ ഫീച്ചേഴ്സ്. ഇവരുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് ഈ ഇൻഫോർമൽ കോർപ്പറേറ്റീവ് ആയിട്ടുള്ളത്. അതിന് അവർ തന്നെ പേരിട്ട് വിളിക്കുന്നതാണ് ASEAN way എന്ന് പറയുന്നത്. The respect for national sovereignty is critical to the functioning of ASEAN. യൂണിറ്റി ഒക്കെ ഒന്നാണ്, നമ്മളെല്ലാവരും അങ്ങോട്ടും ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു യൂണിയന്റെ ഭാഗമാണ്. ബട്ട് നാഷണൽ സോവറിനിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിൽ വേറൊരാള് കൈകടക്കാതിരിക്കാനും അവർ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ നാഷണൽ സോവറിനിറ്റി വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു ഇവരുടെ ഫംഗ്ഷനിങ്. ഓക്കെ, in 2003 ASEAN moved along the path of European Union by agreeing to establishing an ASEAN community comprising of 3 pillars. 2003 ഇവര് ഒരു ASEAN community എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്, മെയിൻ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇതിൽ 3 pillars ഉണ്ടായിരുന്നു. വെരി വെരി ഇമ്പോർട്ടന്റ്. ഏതൊക്കെയാണ് ഈ 3 pillars എന്ന് പറയുന്നത്? ദ ASEAN സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി, ദ ASEAN ഇക്കണോമിക് കമ്മ്യൂണിറ്റി, ASEAN സോഷ്യോ കൾച്ചർ കമ്മ്യൂണിറ്റി. സെക്യൂരിറ്റി, ഇക്കോണമി, സോഷ്യോ കൾച്ചർ. നമ്മൾ ഇപ്പൊ ഇതുവരെ പഠിച്ചാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ട്രെൻഡാണ് അല്ലെ. ഹാർഡ് പവർ, സോഫ്റ്റ് പവർ, സ്ട്രക്ചറൽ പവർ നമ്മൾ നേരത്തെയും കണ്ടു. യൂറോപ്യൻ യൂണിയന്റെ കാര്യത്തിൽ നമ്മൾ മിലിറ്ററി കണ്ടു, ഇക്കണോമി കണ്ടു, പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റിക് കണ്ടു. ഇവിടെ നമ്മൾ എന്താണ്? സെക്യൂരിറ്റി, മിലിറ്ററി, ഇക്കണോമിക്, സോഷ്യോ കൾച്ചർ ഡെവലപ്മെന്റ്. സോ ഇതൊക്കെയാണ് ദ സ്ട്രക്ചറൽ തിങ്സ് ദാറ്റ് ഈസ് വെരി മച്ച് മാറ്ററിംഗ് ടു എ ഗ്ലോബൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു നാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നെക്സ്റ്റ് The ASEAN Security Community was based on the conviction that outstanding territorial disputes should not escalate into armed confrontation. ഒരിക്കലും ഒരു യുദ്ധം, ഒരു ഔട്ട്റൈറ്റ് ആയിട്ടുള്ള ഒരു വാറിലേക്ക്, വെപ്പൺസോ ന്യൂക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു ആംഡ് റിബലിലേക്ക് ഒന്നും എത്തിക്കാതെ മാക്സിമം സൂക്ഷിക്കാം. അതായിരുന്നു ഇവരുടെ അറ്റ് എനി കോസ്റ്റ് ട്രൈ ടു അവോയ്ഡ് വാർ. അതായിരുന്നു ഇവരുടെ മെയിൻ അജണ്ട അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദ ASEAN റീജിയണൽ ഫോറം, വെരി ഇമ്പോർട്ടന്റ്. ARF ഫുൾ ഫോം ആയിട്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. Was established in 1994. ഇയറും വെരി ഇമ്പോർട്ടന്റ് ആണ്. Is the organization that carries out coordination of security and foreign policy. സെക്യൂരിറ്റിയും ഫോറിൻ പോളിസീസും നടത്തിക്കൊണ്ട് പോകാനായിട്ട് അവരൊരു ഫോറം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അതാണ് ARF, which is ASEAN Regional Forum എന്ന് പറയുന്നത്. ASEAN was and still remain principally an economic association. ഇപ്പോഴും അതൊരു ഇക്കണോമിക് അസോസിയേഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആക്സലറേറ്റിംഗ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. ദി ഒബ്ജക്റ്റീവ് ഓഫ് ASEAN economic community are to create a common market and production base. ഒരു കോമൺ ആയിട്ടുള്ള മാർക്കറ്റും പ്രൊഡക്ഷൻ ബേസ് within ASEAN states and to aid social and economic development in the region. ഈ 3 ഒബ്ജക്റ്റീവും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. മൾട്ടിപ്പിൾ ചോയ്സിലും ABCD തന്നിട്ടുണ്ടോ? ഇതിലേതാണ് അവരുടെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. മേ ബി ഇതില് ഒരു 4 തന്നിട്ടുണ്ടോ? 4 ഫീച്ചർ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് തന്നിട്ട് ഇതിലേതായിരുന്നു എന്ന് ചോദിക്കും. ചിലപ്പോൾ അതിൽ 2 കറക്റ്റ് ഉണ്ടാവുള്ളൂ. സോ A and B, B and C, B and D, C and A അങ്ങനെ കോമ്പിനേഷൻ തന്നിട്ട് കോമ്പിനേഷൻ ചൂസ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ലോങ് ആൻസർ MCQ എന്ന് പറഞ്ഞ് ലോങ് ആൻസർ പഠിക്കാതെ പോകരുത്. ക്വസ്റ്റ്യൻസ് വെറൈറ്റി ഓഫ് കൈൻഡിൽ ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സോ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു?
ഒരു കോമൺ മാർക്കറ്റും പ്രൊഡക്ഷൻ ബേസും ഉണ്ടാക്കുക ഈ ആസിയാൻ സ്റ്റേറ്റ്സിന്റെ ഇടയിൽ തന്നെ എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ഉദ്ദേശം. അതേപോലെ തന്നെ സോഷ്യൽ ആയിട്ട് എക്കണോമിക് ആയിട്ട് ഡെവലപ്മെന്റും. ഓക്കെ, the economic community would also like to improve the existing ASEAN dispute settlement mechanism to resolve economic dispute. Economic disputes ഒന്നും ഇല്ലാതെ നല്ല പീസ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോറം കൊണ്ടു നടക്കാനായിട്ട് ASEAN has focused on creating free trade area FTA. വീണ്ടും അടുത്തത് വെരി ഇമ്പോർട്ടന്റ് ആണ്, ഫ്രീ ട്രേഡ് ഏരിയ ഫോർ ഇൻവെസ്റ്റ്മെന്റ്, ലേബർ ആൻഡ് സർവീസസ്. ഇതിന് വേണ്ടിയിട്ട് ഫ്രീ ട്രേഡ് ഏരിയ ആര് ക്രിയേറ്റ് ചെയ്യാണ്? ASEAN. Okay, the US and China have already moved fast to negotiate FTAs with ASEAN. Okay, അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ പവർ ആണ് US. വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ചൈന എന്ന് പറയുന്നത്. സോ ഇവർ രണ്ടുപേരും നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട് FTAക്ക് വേണ്ടിയിട്ട് ASEAN. ASEAN ഹാസ് മീഡിയേറ്റഡ് ദി എൻഡ് ഓഫ് കംബോഡിയൻ കോൺഫ്ലിക്ട്. സോ പൊളിറ്റിക്കലി എങ്ങനെയാണ് ഇവരുടേതായിട്ടുള്ള നയങ്ങൾ അല്ലെങ്കിൽ ഒരു പീസ് കീപ്പിംഗ് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു യൂണിയൻ എന്ന നിലയ്ക്ക് ഇവരുടെ വർക്ക് എങ്ങനെയാണ് കംബോഡിയൻ കോൺഫ്ലിക്റ്റ് തടയാൻ ഒരു നിർത്താനായിട്ട് they were the mediators. The East Timor crisis, the meets annually to discuss East Asian cooperation. So എല്ലാ കൊല്ലും ഇവരൊരു മീറ്റിംഗ് നടത്തും. എന്തിനു വേണ്ടിയാണ്? ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലെ കോർപ്പറേഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, the current economic strength of ASEAN, especially its economic relevance as a trading and investment partner to the growing Asian economies such as India and China, makes it an attractive proposition. So ഇവര് ഒരു ഇക്കണോമിക് എന്താ പറയാ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആയിട്ട് വളരുകയാണ്. എസ്പെഷ്യലി സൗത്ത് ഏഷ്യയിലൊക്കെ വളരെയധികം, സൗത്ത് ഏഷ്യയിലല്ല മൊത്തം ഗ്ലോബിലാണ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യ, ചൈന പോലുള്ള എക്കണോമിക് പവേഴ്സിന്റെ കൂടെ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റ്സും നടത്തി പാർട്ട്നേഴ്സ് ആണ്. സോ ദാറ്റ് ഈസ് എ വെരി വെൽ one of the striking point for them. India has signed FTA. FTA എന്താണ്? Free Trade Agreement with 2 ASEAN members, സിംഗപ്പൂർ, ചൈന. 2 മെമ്പേഴ്സ് ASEAN മെമ്പേഴ്സ് ആയിട്ടുള്ള സിംഗപ്പൂരും തായ്ലൻഡിനും കൂടിയും ഇന്ത്യ FTA സൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് ട്രൈങ് ടു സൈൻ FTA with ASEAN itself. ASEAN ആയിട്ട് ഒരു സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു FTA ഒരു പാക്റ്റിലേക്ക് എത്താൻ വേണ്ടി ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതാണ് ഒരു ഇമേജ്, വീണ്ടും വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ 12 സ്റ്റാർസ് കണ്ടു, അതാ എവിടെയാണ്? ആരാണ്? യൂറോപ്യൻ യൂണിയൻ. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ കാണുന്നതാണ് ASEAN ഫ്ലാഗ്. മറ്റേത് ബ്ലൂവില് ഗോൾഡൻ 12 നക്ഷത്രങ്ങൾ, സ്റ്റാർസ് ആയിരുന്നു. ഇവിടെ എന്താണ്? ഇൻ ദി ASEAN logo, the 10 stalks of paddy rice represent the 10 Southeast Asian countries bound together in friendship and solidarity. മറ്റടുത്ത് 12 കണ്ടു, 12 സിവിലൈസിംഗ് ലക്ക് എവറിത്തിങ് ഒക്കെ കണ്ടു. ഇവിടെ എന്താണ്? 10 ആണ്. ദ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിനെയാണ് ഇവർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിൽ കാണിക്കുന്നത് എന്താണ്? അതും ചോദ്യമായിട്ട് വരാണ്. 10 സ്റ്റോക്സ് ഓഫ് പാഡി റൈസ്. ഓക്കെ, the circle symbolizes the unity. ഈ വട്ടം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? യൂണിറ്റിയാണ്. സോ ഞാൻ വീണ്ടും പറയാണ്, ഇമേജസ് ആർ വെരി ഇമ്പോർട്ടന്റ്, പഠിച്ചു വെക്കാം, ചോദ്യം തരാം ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതാണ് എന്താണ്? ഇന്ത്യസ് ലുക്ക് ഈസ്റ്റ് പോളിസി സിൻസ് 1991 ഹാസ് ലെഡ് ടു ദി ഗ്രേറ്റർ ഇക്കണോമിക് ഇന്ററാക്ഷൻ വിത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ. ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ആയിട്ട് കുറച്ചും കൂടി ഇന്ററാക്ഷൻസും എസ്പെഷ്യലി ഇക്കോണമി, ട്രേഡ് ആയിട്ട് കണക്റ്റഡ്നെസ് കൂട്ടാൻ വേണ്ടി ഇന്ത്യ കൊണ്ടുവന്ന ഒരു പോളിസിയാണ് ലുക്ക് ഈസ്റ്റ് പോളിസി. ഓക്കെ, ASEAN, ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, ഈ ASEAN പോലുള്ള യൂണിയൻ അടുത്ത കുറെ കൺട്രീസ് ആയിട്ടും ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ പോലുള്ള കൺട്രീസും ആയിട്ടാണ് ഇത് മെയിൻലി എക്കണോമിക് ഇന്റഗ്രേഷൻ നടത്താനായിട്ട് ഇന്ത്യ നോക്കിയിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാർട്ടൂൺ ആണ് ഈ കാണുന്നത്. ഓക്കെ, സോ നമുക്ക് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതുവരെയുള്ളത് വളരെ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കണം. സോ നമുക്ക് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ നമ്മൾ ഇന്ന് കണ്ടത് എന്തൊക്കെയാണ്? ഹെജിമോണിക് പവർ ആയിട്ട് US വരുന്നു, US-ന് ഓൾട്ടർനേറ്റീവ് പവർ, US-നെതിരെയായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ വളർന്നു വരുന്നത് കാണാൻ സാധിക്കും. 3 നമ്മൾ മെയിൻലി ഈ ചാപ്റ്ററിൽ നോക്കുന്നുണ്ട്. അതിൽ 2 യൂണിയൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ആ 2 യൂണിയൻസ് ആണ്, ഒന്ന് യൂറോപ്യൻ യൂണിയനും അടുത്തത് ASEAN. യൂറോപ്യൻ യൂണിയൻ ഏത് കോണ്ടിനെന്റ്? യൂറോപ്യൻ കോണ്ടിനെന്റിലും ഏഷ്യയിലുള്ള ASEAനും ഉണ്ട്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. സോ when was European Union formally established? എന്നാണ് 1991, 92, 93, 95. എപ്പോഴാണ് ഫോർമലി എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1993. What is the currency of the most European Union member states? ഏതാണ്? യൂറോ. ഓക്കെ, വിച്ച് ട്രീറ്റി ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദി യൂറോപ്യൻ യൂണിയൻ? ഏതാണ്? മാസ്ട്രിച്ച് ട്രീറ്റി. ഓക്കെ, ഇതൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ്.
I hope you all remember it. ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, 1992 ആക്ച്വലി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇവിടെ ഫോർമലി ആണ്, അങ്ങനെ ചോദ്യം വരാൻ ചാൻസ് ഇല്ല. യൂറോപ്യൻ യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1992 ഇത് ആക്ച്വലി ഓക്കെ ഫോർമലി 1993 ബട്ട് നിങ്ങൾക്ക് ചോദ്യം വരാൻ മാക്സിമം ചാൻസ് ഉള്ളത് യൂറോപ്യൻ യൂണിയൻ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, വിച്ച് വിൽ ബി 1992 യൂറോ കറൻസി ഏത് കൊല്ലം വന്നേ? 2002. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് കാണാൻ സാധിക്കും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോക്കാം. ഇതിന് മെയിൻലി ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ ട്രീറ്റി ഓഫ് പാരീസ്, ഒന്നാമത്തെ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി, ECSC, അതിന്റെ അബ്രിവിയേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തതാണ് EEC, ട്രീറ്റീസ് ഓഫ് റോം, അതിലൂടെ എസ്റ്റാബ്ലിഷ് ആയതാണ് യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അടുത്തത് മിഡിൽ ആകുമ്പോൾ കാണാൻ സാധിക്കും 1992 ട്രീറ്റി ഓഫ് മാസ്ട്രിച്ച് വാസ് സൈൻഡ് എസ്റ്റാബ്ലിഷ് ഇൻ ദി യൂറോപ്യൻ യൂണിയൻ. ഏതാണ്? 1992. ഓക്കെ, ഇനി 2002 യൂറോ, ദ ന്യൂ കറൻസി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി 12 യൂറോപ്യൻ യൂണിയൻ മെമ്പേഴ്സ്. ഇനി 2012 യൂറോപ്യൻ യൂണിയന് നോബൽ പ്രൈസ് ഫോർ പീസ് കിട്ടാണ്. ഓക്കെ, ഇനി ക്രൊയേഷ്യ ബിക്കംസ് ദി 28th മെമ്പർ ഓഫ് യൂറോപ്യൻ യൂണിയൻ. സോ ലാസ്റ്റ് മെമ്പർ ആരാന്നുള്ളത് കൂടി നോക്കി വെച്ചു. സോ ഈ മാസ്ട്രിച്ച് ട്രീറ്റി ഇസ് വെരി ഇമ്പോർട്ടന്റ്, നോക്കാം. ഇൻ വിച്ച് ഇയർ വാസ് ആസിയൻ എസ്റ്റാബ്ലിഷ്? ഏതുകൊണ്ടാണ് ആസിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1967. ഓക്കെ, 1967. ഹൗ മെനി ഫൗണ്ടിങ് മെമ്പർ കൺട്രീസ് ഡിഡ് ആസിയൻ ഒറിജിനലി ഹാവ്? എത്ര പേരാണ്? 5 പേര്. നമ്മൾ അവരുടെ പേരും കണ്ടു, പേരും പഠിച്ചു വെക്കാം. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ് were the founding members. Okay, which of the following is not a member of ASEAN? Vietnam, Myanmar, India, Laos. ഇതിൽ ചിലപ്പോൾ എല്ലാ കൺട്രീസും ഞങ്ങൾക്ക് അറിഞ്ഞു എന്ന് വരില്ല, പക്ഷെ ഇതിൽ വരാൻ ചാൻസ് ഉള്ളത് ഇന്ത്യയാണ്. സോ ഇന്ത്യ നമ്മൾ പാർട്ടല്ല ആസിയാന്റെ. ഓക്കെ, നമ്മൾ പാർട്ടല്ല. നമ്മൾ അവരായിട്ട് കുറെ അഗ്രിമെന്റ്സ് സൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ FTA ഒക്കെ ഉണ്ട്, but we are not a part of ASEAN. Okay, India is not a member of ASEAN but has a strong trade and strategic ties with the organization. What is the main objective of ASEAN? Military alliance against Western countries? No. Economic growth, social progress and regional stability? Yes. എന്നാലും ബാക്കിയുള്ളത് കൂടി വായിച്ചു നോക്കാം, ഓടിച്ചാടി അമർത്തരുത്. എക്സ്പാൻഷൻ ഓഫ് ടെറിട്ടോറിയൽ ബൗണ്ടറീസ് അല്ല. പ്രൊമോട്ടിംഗ് കമ്മ്യൂണിസം ഇൻ ഏഷ്യ ആണോ? അല്ല. സോ ഏതാണ് ഉത്തരം വരാ? B, എക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് റീജിയണൽ സ്റ്റെബിലിറ്റി. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. സോ നമ്മൾ ഇന്ന് ആസിയാൻ നോക്കി, അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും നോക്കി, അതിന്റെ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കി, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തു. നന്നായി ലെസൺ വായിക്കാം, പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓരോ ബോക്സസ്, എസ്പെഷ്യലി ഈ ടൈം ലൈൻ ബോക്സ് ഞാൻ പറഞ്ഞ പോയിന്റ്സ് വിടാതെ മറക്കാതെ പഠിക്കാം. ബാക്കിയുള്ളതെല്ലാം ഒന്ന് നോക്കാം. എല്ലാം ചോദിക്കാൻ സാധ്യതയില്ല, ബട്ട് ദീസ് ആർ ദി ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞതാണ്, ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അവരുടെ ഡേറ്റും ട്രീറ്റീസും നോക്കി വെക്കാം. ഐ ഹോപ്പ് ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ ആൻഡ് എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ബാക്കി ലെസന്റെ ബാക്കിയായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.